and welcome to Comedy Masters. Hi Masters. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് ഞാൻ പറയട്ടെ. വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ റീൽസ് കണ്ടുകൊണ്ട് പോയപ്പോഴാണ് ആ ഒരു വീഡിയോ എന്നെ സ്ട്രൈക്ക് ചെയ്തതും. അപ്പൊ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാന്ന് വിചാരിച്ചു. കല്യാണം, ഈ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള ഒരു വരവ്, അല്ലെങ്കിൽ കല്യാണം ഹോളി വെച്ച് ഫ്രണ്ട്സ് പണി കൊടുക്കുന്നു, അല്ലെ വീട്ടിലേക്ക് വരുമ്പോൾ പടക്കവും പിന്നെ വരുന്ന ആഡംബര കാറൊക്കെ മാറ്റി നിർത്തി ഓട്ടോയിൽ കയറ്റുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. കല്യാണം മുടങ്ങി പോകുന്നുണ്ട് ഇപ്പൊ പലയിടത്തും. അങ്ങനെ എന്തെങ്കിലും ഒരു കഥ പറയാനുണ്ടാവോ ഫക്രു ചേട്ടാ? ഞാൻ ഇടയ്ക്ക് നമ്മുടെ 2-3 സുഹൃത്തുക്കളൊക്കെ കല്യാണം കഴിച്ച് ആതിരാത്രിയിലേക്കൊക്കെ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഒന്ന് വിളിച്ച് ശല്യം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവര് ഫോൺ എടുത്തിട്ടില്ല. ഫോൺ സൈലന്റിലാണോ എന്താണ് സംഭവം എന്നറിയില്ല. അങ്ങനെയൊക്കെ ഒന്ന് ശ്രമം നടത്തിയിട്ടുണ്ട് തമാശക്ക്. ഫക്രു ചേട്ടൻ ആദ്യ രാത്രിയില് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, അതോ കൂളായിട്ടായിരുന്നോ സംസാരിച്ചത്? എലീനയ്ക്ക് അതിനെ പറ്റി എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞുതരാം. നമ്മള് പറയട്ടെ, എന്നോട് ചോദിച്ചോണ്ട് ഞാൻ എന്റെ മറുപടി പറഞ്ഞോളൂ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ട് എന്റെ വീടിന്റെ തൊട്ടടുത്ത് മീനച്ചിലാറാ. അവിടെ കടവത്തൊരു ചെറിയ വഞ്ചിയുണ്ട്. ആ വഞ്ചിയിൽ ഇരുന്നൊരു വീഡിയോ വേണമെന്ന് വീഡിയോഗ്രാഫർക്ക് ഒരു ആഗ്രഹം. ഞാനിരിക്കുന്നു, വൈഫിനെ ഇരുത്തുന്നു, എന്നിട്ട് കയറിങ്ങനെ ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ഒന്ന് ശകലം തുഴഞ്ഞു വരാവോ ഒരു ഷോട്ടിന് വേണ്ടി എന്ന് ചോദിക്കുന്നു. ഞാനത് നല്ല ഭംഗിയായിട്ട് ആ റോള് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോഗ്രാഫർ പറയുന്നു, നന്നായിട്ട് തുഴയുന്നുണ്ടല്ലോ, കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് ഒറ്റയ്ക്ക് തുഴഞ്ഞു വരാമോ, ഇച്ചിരി കൂടെ വൈഡ് വെക്കാമെന്ന് പറയുന്നു. ശരി ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇവൻ എന്നെ വള്ളം ഒരൊറ്റ തള്ളു തള്ളിയിട്ട് ഞാനും വൈഫൂടെ വന്ന് മീനച്ചിലാറിൻ്റെ നടുക്ക് കിടക്കുക ഒരു ചെറിയ കുഞ്ഞു വള്ളം. എൻ്റെ അളിയനുണ്ട്, പുള്ളി ആ സമയത്ത് ബ്ലാക്ക് കാറ്റ് കമാൻഡോ ആയിരുന്നു. പുള്ളി പാൻ്റൊക്കെ ഊരി തുടങ്ങി ചാടാൻ വേണ്ടി. കാരണം കഴിഞ്ഞു, കുഴപ്പമായി. കാരണം ഞാൻ തുഴഞ്ഞിട്ടൊന്നും ഈ വള്ളം അടുക്കുന്നില്ല, കാറ്റ് പിടിച്ചിങ്ങനെ പോവുക. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, അനങ്ങണ്ട, അങ്ങനെ തന്നെ ഇരുന്നോ, നമ്മൾ ഉദ്ദേശിക്കുന്ന കടവത്തല്ലേ വേറെ ഏതെങ്കിലും കടവത്തിൽ ഞാൻ അടുപ്പിക്കും എന്ന് പറഞ്ഞിട്ട് 2-3 അപ്പുറത്തുള്ള കടവിലാണ് ഈ വണ്ടി അല്ല ഈ വള്ളം ചെന്ന് അടുത്തത്. ബിബിൻ ചേട്ടാ, സത്യമായിട്ട് എനിക്കൊരു അനുഭവം ഇല്ല. കൂട്ടുകാർക്ക് പണിയൊന്നും കൊടുത്തിട്ടില്ലയോ? കസിൻസിന് ആദ്യരാത്രി ഇല്ലായിരുന്നോ? ആദ്യരാത്രി ഉണ്ടായിരുന്നു. സിനിമാറ്റിക് ആയിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അത് നടന്നില്ല. പാലുമായിട്ട് വരുന്നു, കാത്തിരിക്കുന്ന ബിബിൻ ജോർജ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ മനസ്സിൽ. അതൊന്നും ഇല്ലായിരുന്നു. ജനലിന്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുന്നു, ബാക്കിൽ വരുന്നു എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മണിക്കൂടി ചേട്ടൻ എങ്ങനെ പണി കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ 20 സുഹൃത്തുക്കളുണ്ട്. മതിയല്ലോ. ഈ പറയുന്ന പോലെ ഇവരുടെ എല്ലാ കല്യാണങ്ങളും ആദ്യരാത്രി ഒക്കെ ആഘോഷങ്ങളാണ്. ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ കല്യാണം ആദ്യരാത്രി ഈ പറഞ്ഞ പോലെ ഇവന്മാര് എന്തിനാണ് അത് ചെയ്തത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനകത്തൊരു കാർഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കണ ഇവന്മാര്. അതിനകത്ത് ഇനി ചെയ്യാൻ ഒരു ഇടമില്ല, അവരെവിടെ കിടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവസാനം ഇവരെല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ട് കഥ കടച്ചു പോയി. അതിലൊരുത്തി ജനല് തുറന്നു വെച്ചിട്ട് വേറെ എന്തോ ഒരു സാധനം എടുത്തുവാൻ പോയിട്ട് അവര് ലൈറ്റ് അണച്ച് ഇവൻ വേറൊരു മടല എന്തോ കൊണ്ടുവന്ന് കുത്തി. അത് അവ അറിഞ്ഞില്ല, അവരകത്ത് വന്നു കുത്തി ഇറക്കി. അവസാനം പെങ്കൊച്ച് വിളിച്ചു, അയ്യോ എന്റെ അമ്മയെ നിലവിളിച്ചോണ്ട് ഇറങ്ങി ഓടി. സത്യം പറ, കൊച്ചു തന്നെയാണോ അതോ മണിക്കൂട്ടനാണോ? എന്തൊക്കെ കഥകളല്ലേ, ഒരുപാട് കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് ഇവിടെ ഒരു ആദ്യരാത്രി നടക്കാൻ പോവുകയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് കണ്ടിട്ട് വന്നാലോ? കാണാം. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളരും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീലനിലാക്കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺ തുറക്കെ കാമനുണർന്നല്ലോ. എന്തോട്ടെ എന്തോളെ ഊളേന്നല്ല, ഇന്ദു മോളേന്ന്. ചേട്ടന് ജലദോഷം ഉണ്ടോ? ഇല്ല. എന്ത് സൗണ്ട് വല്ലായിരിക്കുന്നു. അത് ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പൊ സ്റ്റൈലിൽ സംസാരിച്ചതാണ്. കൊള്ളത്തില്ല. കണ്ടിട്ടൊരു നാണക്കാരിയാന്ന് തോന്നുന്നു. എന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്? നാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ വന്നിരിക്കൂ, നാണിക്കേണ്ട കാര്യമില്ല. അയ്യോ, എനിക്കൊരു നാണമൊന്നുമില്ല. ചേട്ടൻ ഇവിടെ വന്നിരിക്കട്ടാ. എനിക്കെന്താ, ഞാനിത് അല്ല, സിനിമയിലും സീരിയലിലും ഒക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ചേട്ടാ. ഞാൻ പേടിച്ചു പോയി. ചേട്ടാ, ശരിക്കും പറഞ്ഞാലേ ഇതെന്റെ 2ാമത്തെ ഫസ്റ്റ് നൈറ്റാ.
ചതിയാ മണിയാ ബ്രോക്കറെ, നീ എന്നെ ചതിച്ചതാണോ? അയ്യോ അയ്യോ അയ്യോ. അല്ല ചേട്ടൻ എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നേ? ചേട്ടൻ ഞങ്ങളുടെ അവിടെ ഒരു ക്ലബ് ഉണ്ട്. ആ ക്ലബിൽ ഒരു നാടകം ഉണ്ടായിരുന്നു. മണിയറേന്നായിരുന്നു അതിന്റെ പേര്. അതില് നായിക ഞാനായിരുന്നു, ദിനേശ് ചേട്ടനായിരുന്നു നായകനെ. അത് ശരി. അങ്ങനെ അതിലൊരു ആദ്യ രാത്രി ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടാ ഈ ദിനേശ് ചേട്ടൻ ഉണ്ടല്ലോ, അഭിനയിക്കാൻ പറഞ്ഞ അങ്ങ് ജീവിക്കും ചേട്ടാ. നാടകം. ഈ ദിനേശൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ദിനേശൻ ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ശരി ശരി ശരി. പിന്നെ ചേട്ടൻ എന്നെ സംശയമുണ്ടോ? ആര് പറഞ്ഞ സംശയം ഉണ്ടെന്ന്? ഉണ്ട് എന്തൊക്കെ എന്താണ് അങ്ങനെ സംസാരിക്കുന്നത്? എനിക്കൊരു സംശയം ഇല്ലല്ലോ. പിന്നെന്താ, എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ചേട്ടൻ ഒരു 5-6 തവണ എന്നോട് ചോദിച്ചില്ലേ എന്ത്? ഞാൻ ആരെങ്കിലും ലൈൻ അടിക്കുന്നുണ്ടോ എന്ന്. പിന്നെ ആണെങ്കിൽ എന്നെ കെട്ടാൻ ഇങ്ങനെ വന്നിട്ട് ചേട്ടൻ എന്റെ കാതി വന്നിട്ട് ചോദിച്ചില്ലേ ഹിന്ദു ആരെങ്കിലും ലൈൻ അടിക്കുന്നുണ്ടോ എന്ന്. അത് 4-5 പ്രാവശ്യം ഞാൻ ചോദിച്ചു. എന്താ സംശയം ഉണ്ടായിട്ടല്ലേ അങ്ങനെ ചോദിച്ചു? അതൊരു സംഭവമാണ്. അതെന്താ? അതായത് എന്റെ അച്ഛന്റെ ആദ്യ രാത്രി ദിവസം തന്നെ എന്റെ അച്ഛൻ കെട്ടിയ ആ മെനയിട്ട പെണ്ണുമ്പിള്ളയില്ലേ, അവര് അച്ഛനെ തേച്ചിട്ട് അങ്ങ് പോയി വേറൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയി. അപ്പൊ ആ ഗതി എനിക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ആദ്യമേ നിങ്ങളോട് ചോദിച്ചത്. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തു ചേട്ടാ? അച്ഛൻ പിന്നെ ആ ദേഷ്യത്തിന് എന്നെ അച്ഛനെ തേച്ചിട്ട് പോയ ആ സ്ത്രീയില്ലേ അവരുടെ അനിയത്തിയെ ഓടിച്ചിട്ട് കല്യാണം കഴിച്ചു. ആണോ? അയ്യോ, അങ്ങനെ ആവുമ്പം ചേട്ടന്റെ അമ്മ ചേട്ടന്റെ കുഞ്ഞമ്മയല്ലേ? അതങ്ങനെ ചേട്ടന്റെ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ചത് ചേട്ടന്റെ അമ്മയുടെ ചേച്ചിയല്ലേ? അതെ അതെ അല്ലേ? അതെ. ആ ചേച്ചിയുടെ അനിയത്തിയല്ലേ രണ്ടാമത് ചേട്ടന്റെ അച്ഛൻ കല്യാണം കഴിച്ചത്? ഒരു ചേച്ചിയുടെ അനിയത്തി എന്ന് പറയുമ്പോ ആരാ? അത് കുഞ്ഞമ്മയല്ലേ? കുഞ്ഞമ്മയാണ്. അങ്ങനെ ആവുമ്പോ ചേട്ടന്റെ അമ്മ ചേട്ടന്റെ കുഞ്ഞമ്മയാ. എന്റെ അമ്മ എവിടെ പോയി? ചേട്ടന്റെ അമ്മ എവിടെ പോയി എനിക്കറിയാവോ? അമ്മേ, എന്റെ അമ്മ എവിടെ പോയി? അമ്മ എവിടെ പോയി? അമ്മേ 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 എനിക്ക് അമ്മയെ കാണണം. എനിക്ക് എന്റെ അമ്മയെ കാണണം. എടാ പേക്കൂത്ത് കാണിക്കാതെ പോയി കിടന്ന് ഉറങ്ങടാ കൊച്ചേ. ഇത് തന്നെ എന്റെ അമ്മ. ആണോ? അത് തന്നെ എന്റെ അമ്മ. അതെ അതെ. പോട്ടെ, അത് വിട്. നമ്മുടെ അതിരാത്രിയില്ലേ നമ്മളെന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? പിന്നെ എന്റെ കൂട്ടുകാരെല്ലാം ഇന്ദുവിന്റെ ഫോട്ടോ കണ്ടു. ഫോട്ടോ കണ്ടപ്പോ ഇവന്മാരെല്ലാം എന്നോട് പറയാണ്, എന്ത് ഇവള് നിന്നെ തേച്ചിട്ട് പോകുന്നു. എന്നിട്ട് ആ കൂട്ടുകാരന്മാർ ഇപ്പോഴും ചേട്ടന്റെ കൂടെ ഉണ്ടോ? ഇല്ല, എല്ലാത്തിനെയും ആട്ടി പായിച്ചു ഞാന്. എന്തിനാ ചേട്ടാ? അവര് പറഞ്ഞ സത്യമല്ലേ? എന്നാ പിന്നെ ഞാൻ എല്ലാം അങ്ങ് തുറക്കട്ടെ ചേട്ടാ. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. അതല്ല, ഞാൻ എന്റെ മനസ്സ് തുറക്കട്ടെ ചേട്ടാ. തുറന്നോ. ചേട്ടൻ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കും. പറഞ്ഞാട്ടെ, അവിടെ ഇരിക്കും. ചേട്ടനെ ഒരുപാട് തവണ എന്നോട് ചോദിച്ചില്ലേ എനിക്ക് ലൈൻ ഉണ്ടോ? ഞാൻ ഒത്തിരി തവണ ചോദിച്ചു. വ്യക്തമായ ഒരു മറുപടി വന്നില്ല. ഒഴുക്കൻ മട്ടിൽ അങ്ങ് പോവായിരുന്നു. എന്താന്നറിയാട്ടാ, എനിക്കൊരു ലൈൻ ഉണ്ട് ചേട്ടാ. ലൈൻ ഉണ്ടായിരുന്നു. വെറുതെ എന്നെ കളിപ്പിക്കാൻ പറയല്ലേ. അല്ല, ശരിക്കും എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു. അത് കല്യാണത്തിന് മുമ്പല്ലേ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? അത് സ്വാഭാവികമാണ്. അത് വിട്ടാരെ, അത് ഞാൻ വിഷയമാക്കുന്നില്ല. ഇനിയും നമ്മൾ 2 പേരും മാത്രം ആണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ അവൻ്റെ കൂടെ അങ്ങ് പോവും. ഞങ്ങൾ ഒളിച്ചോടി പോവും ചേട്ടാ. എന്തിനാ ചേട്ടാ? എന്തിനാന്ന് വെച്ചാൽ എന്റെ അച്ഛൻ ഈ കല്യാണം നടത്തി തരത്തില്ലെന്ന് പറഞ്ഞു. സ്വർണ്ണമൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ചേട്ടാ? അപ്പൊ ഈ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഇന്ന് ദിനേശ് ചേട്ടൻ്റെ കൂടെ അങ്ങ് പോകും. അപ്പൊ ഇന്ന് നിങ്ങള് എന്നെ തേച്ചിട്ട് പോവാണല്ലേ? പോകും. ദൈവമേ, എന്റെ അച്ഛന്റെ ഗതിയാണല്ലോ എനിക്ക്. എന്റെ അച്ഛനും ഇതേ ഗതിയായിരുന്നല്ലോ. ഇതെന്തൊരു വിധിയാണ് ഇത്. ചേട്ടാ കരയാതെ, ഞാൻ പറയട്ടെ. ചേട്ടൻ ഇങ്ങനെ ഉണർന്നിരിക്കുമ്പോ ഞാൻ പോകും. വിധിയെ തോൽപ്പിക്കാൻ വിരാട് കോഹ്ലിക്ക് ആകില്ല. ഈശ്വര, കഴിഞ്ഞോ? അല്ലെങ്കിൽ തീരുമാനത്തിൽ മാറ്റമുണ്ടെങ്കിൽ പറയാതെ. ഇല്ല, ഞാൻ പറയുന്നത് കേക്ക്. എന്ത്? ചേട്ടൻ ഉണർന്നിരിക്കുന്നിടത്തോളം ഞാൻ പോകത്തില്ല. ചേട്ടൻ ഉറങ്ങി കഴിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഉറങ്ങത്തില്ല. അല്ല, ചേട്ടൻ ഇപ്പൊ ഉറങ്ങുമല്ലോ. ഇല്ല, ഞാൻ ഉറങ്ങില്ല. ചേട്ടൻ ഇപ്പൊ ഉറങ്ങും. എങ്ങനെ? ചേട്ടൻ ഇപ്പൊ കുടിച്ച പാലില്ലേ, അതിനകത്ത് ഞാൻ ഉറക്കുളി കലക്കിയിട്ടുണ്ടായിരുന്നു. ഏത് പാല്? ഇരിക്കുന്ന പാല്. ഇവിടെ പാലുണ്ടായിരുന്നു? ഇതിനകത്ത് പാലില്ലല്ലോ. ഇത് ആരോട് കുടിച്ചേക്കാല്ലോ? നീ കുടിച്ചിട്ട് ഞാനെങ്ങനെയാണ് പാല് കുടിക്കുന്നു? ഞാൻ പാല് കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചിട്ടല്ലേ പാല്? അത് ചേട്ടൻ കുടിച്ച പാലാ ചേട്ടാ. അയ്യയ്യ, ഞാൻ പാല് കുടിച്ചിട്ടില്ല. എന്തോ പറയാനേ ഈ വീട്ടിൽ ഞാനും ചേട്ടനും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അതെനിക്കറിയത്തില്ല. ഞാൻ പാല് കുടിച്ചിട്ടില്ല. കുടിച്ചില്ലേ? ഇല്ല. പിന്നെ പാല് ആര് കുടിച്ച്? ആര് കുടിച്ചു? ശരിക്കും നീ ആലോചിച്ചു. നീ ഇവിടെ പാല് കൊണ്ട് വെച്ചായിരുന്നു. ചേട്ടാ, ചേട്ടൻ കൂർക്കം വലിക്കുന്നുണ്ട്. ഞാൻ കൂർക്കം വലിച്ചോ? ഞാൻ കൂർക്കം കേൾക്കുന്നുണ്ടല്ലോ. നിനക്ക് പ്രാന്താണ്. ചുമ്മാ തന്നെ. അപ്പൊ കൂർക്കം വിളിക്കുന്ന ആര്? ശരിയാണല്ലോ. ആര് ചേട്ടാ കൂർക്കം വിളിക്കുന്ന? ഇതാരാണ്? അയ്യോ, ദിനേശ് ചേട്ടൻ. ദിനേശ് ചേട്ടനോ? ദിനേശ് ചേട്ടൻ. അവൻ ഇതിനകത്ത് എങ്ങനെ കയറി? ദിനേശ് ചേട്ടാ. ദിനേശ് ചേട്ടാ, എഴുന്നേക്ക് ദിനേശ് ചേട്ടാ. എഴുന്നേക്ക്. എനിക്ക്
പോട്ടെ പോവാം, വാ, പോവാം. എന്റെ പെണ്ണിന്റെ അടുത്ത് വന്നിരിക്കുന്നത് നിങ്ങളെന്താ? ഞാനേതാണോ നീ ഇവനേതാണ്? എന്റെ ദിനേശ് ചേട്ടാ ഞാനാണ് ദിനേശൻ. ദിനേശനോ? ഞാനാണ് ഇവിടെ കാമുകൻ. അപ്പൊ നീ പറഞ്ഞത് സത്യമായിരുന്നു? ഞാൻ പറഞ്ഞ സത്യം വരുന്നത്, ഞാൻ കള്ളം പറയത്തേ ഇല്ല ചേട്ടാ. അത് ശരി. ഞങ്ങൾ ചെറുപ്പം മുതലുള്ള പ്രേമമാണ്, ഭയങ്കര പ്രേമമാണ്. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണേ, ഇനിയിപ്പോ പോലീസിനോടോ പട്ടാളത്തിനോടോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചേട്ടാ. ആരൊക്കെ എതിർത്താലും എന്റെ ദിനേശ് ചേട്ടൻ ഇന്ന് എന്നെ കടത്തിക്കൊണ്ട് പോയിരിക്കും. നിന്നെ കടത്തിക്കൊണ്ട് പോവല്ല, വേണ്ട അവനെ നീ കടത്തിക്കൊണ്ട് പോകേണ്ടി വരും. ദിനേശ് ചേട്ടാ, എഴുന്നേക്ക് ഇങ്ങോട്ട്. ഇത് ഭയങ്കര ഉറക്കം വരുന്ന രീതിക്ക്. ഉറക്കം വരുന്ന എന്താ, നീ പാലെടുത്ത് കൂച്ചുമ്പോ ഓർക്കണമായിരുന്നു. പാലിനകത്ത് ഇങ്ങനെ കൊടുക്കാതെ ഉറക്കൂളിയെ ഞാൻ കലക്കിയിട്ടേക്കുമല്ലായിരുന്നു. അതാണോ ഞാൻ എടുത്ത് കുടിച്ചത്? പാല് കാണുമ്പോ മടപടാന്ന് അങ്ങ് കുടിക്കും. വിശന്ന് കണ്ണായിരുന്നപ്പോ ഞാൻ എടുത്ത് കുടിച്ചാ. അപ്പം അതെ, ഞങ്ങൾ പോവാണ്. ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങൾ ഇത്ര നാൾ പ്രേമിച്ചാണ്. ഞങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. നിങ്ങളുടെ ഒരു സഹായം നമുക്ക് വേണം. ഇനി എന്താ സഹായം കൂടെ വേണമല്ലേ? അതുകൊണ്ടല്ലോ ഇത്രയും സ്വർണ്ണമൊക്കെ ഇട്ടുണ്ട്. ഈ ഒരു അറിയാൻ വയ്യാത്ത നാട്ടിലൊക്കെ നമ്മൾ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഇനി ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? ഇന്ന് ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഈ ഒരു മുറി വിട്ട് തരണം. മാറി 5-6 മാസമായിട്ട് ഈ ഒരു കല്യാണത്തിന് വേണ്ടി ഞാൻ ഓടി നടക്കുമായിരുന്നു. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എന്റെ മണിയറയിൽ വന്നിട്ട് അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരണമെന്നോ? ഇതെന്തോടാ, ഞാൻ ജോജോ ലോഡ്ജ് നടത്തുവാണോടാ? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. വെളുപ്പിന് 5:30 ആകുമ്പോഴത്തേക്ക് ഒരു ട്രെയിൻ ഉണ്ട് മുംബൈക്ക്. മുംബൈക്ക് അതിന് പൊക്കോളാം. അതുവരെ ഞാൻ ഒന്ന് ക്ഷമിക്കൂ കേട്ടോ. അതുവരെ ഓൺലൈനിൽ ബുക്ക് ചെയ്യും. 2 പേർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും. ടിക്കറ്റ് 5:30 വരെ നമുക്ക് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പഴയ പ്രേമത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കാം. നിങ്ങൾ 5:30 വണ്ടിക്ക് നിങ്ങൾ ബോംബെക്ക് ബോംബെക്ക് പോവാട്ടാ. ഞാൻ ബുക്ക് ഒരു കാര്യം ചെയ്യും. എത്ര ടിക്കറ്റ് ബുക്ക് ചെയ്ത്? 2 ടിക്കറ്റ്. 3 ബുക്ക് ചെയ്യും. അതിനെ 3 ഞാനും വരുന്നു. നിങ്ങളെന്തിനാ ഞങ്ങളോട് വരുന്നത്? എടാ, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് എനിക്ക് ഈ നാട്ടിൽ മാനാഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? ബോംബെയിൽ പാൻപരാഗോ പല പാനിപ്പൂരിയോ വിറ്റ് ഞാൻ അവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. ഇവിടെ കിടന്ന് നാണം കിടണ്ടല്ലോ. ആശം പിടിക്കാൻ 3 ബുക്ക് ചെയ്യ്. ആറമ്പത്തഞ്ച് 66 58 59 7 മണി. എന്താ ഇതെന്തിനാ പൊട്ടിച്ചേ? 7 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ എനിക്ക് ചായ കിട്ടിയിരിക്കണം. 7 മണി ആയതല്ലേ ഉള്ളൂ. എന്നാ ചായ? ഒരു ചായ ഉണ്ടാക്കണം. എനിക്കെന്താ ഷുഗർ ഉണ്ടാ? എനിക്കെന്താ ഷുഗർ ഉണ്ടാനി? എനിക്ക് ഷുഗർ ഉണ്ടാനി. നല്ല മധുരം ഉണ്ടല്ലോ, എന്നാ കുടിച്ചോ. എന്താ പട്ടി അടിയുന്നുണ്ട്? അല്ല, നീ കുടിച്ചാ ബാക്കി കുടിക്കാൻ ഞാൻ എന്താണ് പട്ടിയാണോ നിന്റെ? നിങ്ങൾക്ക് എന്താ വല്ല പ്രാന്തായോ? അപ്പൊ പട്ടി മാറി പ്രാന്തനായി ഞാൻ. അപ്പൊ ഞാൻ പ്രാന്തനായി. പ്രാന്തനും പട്ടിയും പ്രാന്തം പട്ടി. എന്നെ കണ്ടൂടെ? അപ്പൊ ഞാൻ കുരുടനും ആയി. ഞാൻ പറയണ വല്ലത് കേൾക്കുന്നുണ്ടാ? അപ്പൊ ഞാൻ പൊട്ടനും ആയി. ഓക്കെ, ഞാൻ ഇതാണ് എന്റെ പ്രശ്നം. 2 വർഷമായി. 2 വർഷം നിങ്ങൾ ഈ തൊട്ടേനും പിടിച്ചതിനെ എന്നോട് തല്ലു പിടിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ ആദ്യ വർഷമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. ഇപ്പൊ ഇത് എന്ത് പറ്റി? നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കണത് കല്യാണം കഴിക്കുന്നത് ഒരേപോലെ വേണം. ഈ അടവടക്കുന്നവർ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കും, പള്ളിയിൽ കൊണ്ടു, അമ്പലത്തിൽ കൊണ്ടു, സ്ക്രാച്ച് പോലും പറ്റാതെ കൊണ്ടുവയ്ക്കും. ഈ അടവൊന്ന് തീർന്നു നോക്കിട്ട് പിന്നെ മഴയത്തിരിക്കും, പൂച്ച വാന്ന്, സ്റ്റാൻഡ് ഇടൂല, സ്ക്രാച്ച് ആയി. ഞാൻ അതെല്ലാം ആലോചിക്കണം. ഈ വണ്ടിയെ ഷോറൂമിലോട്ട് അങ്ങ് കയറ്റി എന്തെന്നാണ്. കമ്പനീനെ പറഞ്ഞാ മതി. സിവിൽ സ്കോർ ഇല്ലാത്തവർക്ക് വണ്ടി കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. ആർക്കടി സിവിൽ സ്കോർ ഇല്ലാത്ത? നിങ്ങൾക്ക്. എനിക്കാണ് സിവിൽ സ്കോർ ഇല്ലാത്ത. ഞാൻ എന്റെ അമ്മച്ചോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഛർദിച്ചെന്ന്. എന്റെ അമ്മച്ചി വരട്ടെ. അമ്മച്ചി വന്നാ അങ്ങനെ മൂക്കി കയറ്റി കളയും. എന്റെ അമ്മച്ചി എന്റെ മുഖം കുടിച്ച് ഛർദിക്കും ഞാൻ. പിടിച്ചില്ലല്ലോ. സെൻസറാ, നിങ്ങളുടെ കൈ വന്ന അപ്പ ഛർദിക്കും. ഈ വീട്ടിലെ പ്രശ്നം ആരാണ് പറഞ്ഞത്? അതിനും ആലോചിക്കാൻ 2 നിമിഷം പറയടി. ആലോചിച്ചിട്ടല്ല, ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാവണ്ടല്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു വിരൽ തൊട്. അവരാണ് ഇവിടുത്തെ പ്രശ്നം. ആണാ? ആ, പിടിച്ചു. ഞാനാണ് ഈ വീട്ടിലെ പ്രശ്നം. ആണാ? ഇനിയെങ്കിലും മനസ്സിലാക്കണം, നീയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പാവപ്പെട്ട ഞാൻ അഡ്ജസ്റ്റ് ഇത് ഞാൻ ചേട്ടൻ ഒരു പൊക്കമുള്ള വിരൽ അവളങ്ങനെ എന്നെ താഴ്ത്തിക്കിട്ട് ഞാൻ ചെറുത്. എനിക്ക് ചെറിയ വിരൽ, നീ വലിയ ആള്. അതിനടുത്ത് ഞാൻ ഹൈറ്റ് കുറവൊന്നുമില്ലടി. നീ ഹൈറ്റ് കുറവൊന്നുമില്ലടി പറഞ്ഞത്. നീ ഇവിടെ ഒരു കാരണമല്ലല്ലോ, ഒരു കാരണമല്ലല്ലോ. എന്റെ റൂമിൽ പോയിട്ട് എന്റെ ബെർമുടക്ക് വല്ലതും പറ്റിയാ നോക്കട്ടെ. കഴുത്തി കയറിക്കൊണ്ടിരിക്കണേണ്. ആനി, എന്താ? എന്റെ കറുത്ത ബെർമുടയിൽ ബട്ടൺ ഇല്ല, ഹൂക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്റെ കറുത്ത ബ്ലൗസ് എടുത്ത് ഇട്ടേക്കണത്. ആനി, എന്താണ്? നടന്നതാ. ഇല്ല, അങ്ങോട്ട് ചെല്ലുവല്ലേ നിങ്ങൾ?
ആരാണ് അത് വഴിയെ കൊണ്ടിട്ടിരിക്കുന്നത്? നിങ്ങൾ അതൊക്കെ താത്തി വയ്ക്കും. ഇങ്ങോട്ട് പിടിച്ചിറക്കടിയാ. ആരുടെ എന്റെ നിലയെ കൊണ്ട് പിടിച്ച താത്ത് വെക്കാൻ ഇങ്ങോട്ട് പോയി എടി, ഇങ്ങോട്ട് പോയി. കാണിക്കുന്നത് നിങ്ങള്. എടി പണിക്ക് നിന്ന എന്നെ എന്തിനാടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് മോളെ വീട്ടിലോട്ട്? അയ്യോടാ പറയുന്നത് കേട്ടോ, ഇന്നലെ രാത്രി നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല മനുഷ്യ, എന്തോന്ന്? നമ്മുടെ കൊച്ചി അവിടെ കിടന്ന് ഛർദ്ദിച്ചെന്ന്. എടി അത് കഴിച്ചതെല്ലാം പിടിച്ചു കാണത്തില്ല. അയ്യോ വയറ്റി പിടിക്കാത്തല്ല, വയറ്റി അവിടെ പിടിച്ചെന്ന്. ആണാ? നമ്മുടെ മോള് ഗർഭിണിയാണ്. അയ്യോ അതല്ലേ. നീ മോളെ വിളി. വിളിക്കാം മോളെ വിളി. അയ്യോ മോളെ, മോളെ. ദേ നമ്മുടെ മോള് ഛർദ്ദിക്കുന്നു. ഛർദ്ദില് കേട്ടാൽ അറിയാം. ആൺകൊച്ച. ആര് പറഞ്ഞു? ആ ഛർദിന്റെ ടോണ് കേട്ടാ അറിയാം പെൺകുഞ്ഞ അല്ല ആൺകൊച്ച. എടി പെൺകുഞ്ഞാണെന്ന്. പൊന്നുമോനോടല്ലേ. അല്ല അമ്മച്ചി, അതല്ല അമ്മച്ചി. അമ്മച്ചി ഞാൻ അമ്മച്ചി ഞാൻ പറയട്ടെ. ശരീരം തിളക്കല്ലേ, അവിടെ ഇരിക്ക. പൊന്നുമോളെ, അയ്യോ ഒന്നും പറയണ്ട. ആ തിന്നാനെടുത്ത തായും കൊണ്ട് നിങ്ങൾ എന്നെ മാറ്റി വെച്ചിരിക്കുന്നു. എന്റെ പൊന്നു കഴിക്കാം, എന്റെ പൊന്നു കഴിക്കാം, അമ്മച്ചും കഴിക്കാം. മോളെ എത്രയായി? അമ്മച്ചി ഞാൻ ഇന്നലെ അമ്മച്ചിനെ വിളിച്ച് പറഞ്ഞത് ഛർദിച്ചെന്ന്. ശരിക്കും 2 വർഷമായി അമ്മച്ചി തുടങ്ങിയിട്ട്. മനുഷ്യ ഇത് കേട്ടോ, കൊച്ചു 2 വർഷമായിട്ട് ഗർഭിണിയാണെന്ന്. എന്റെ കർത്താവേ, ഞാൻ സീരിയലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ 2 വർഷം ഗർഭിണിയായ സ്ത്രീകള്. ഇപ്പൊ എന്റെ മോളും ഗർഭിണിയായി 2 വർഷം. വയറ്റിൽ ചെറിയ ഇരട്ട കുട്ടികളായിരിക്കും. ഒരു വർഷം ഒരു കുട്ടിക്കും മറ്റേ വർഷം മറ്റേ കുട്ടിക്കും, അങ്ങനെ 2 വർഷമാണെങ്കിലോ. എടി ഇവരൊക്കെ പറയാടി. പിന്നെ? എടി അവൾക്ക് എങ്ങനെ 2 വർഷമായെന്ന് ചോദിച്ചോക്ക്. ചെല്ലേ. ഓ പൊന്നുമോനെ എങ്ങനാടാ? ഞാനല്ല അമ്മച്ചി, ചേട്ടന്റെ പരിപാടിയാ. കേട്ടോ, ചേട്ടന്റെ പരിപാടിയാണ്. ഒരു കാര്യം ചെയ്യാ, ഇവളൊന്ന് വീട്ടിൽ കൊണ്ടോ. ചടങ്ങ് അവിടെ വെച്ചല്ലേ. വിളി വിളി പോയി വിളി. പൊന്നിക്ക് വന്നേ, പറയട്ടെ. നമുക്ക് വീട്ടിൽ പോണം. ആ ശരി അമ്മച്ചി, എനിക്ക് ഈ സൈക്കോന്റെ കൂടെ ജീവിച്ച് മതിയാ, നമുക്ക് വീട്ടിൽ പോവാ. അതല്ല, ആദ്യം ഡോക്ടറെ കാണണം. വീട്ടിൽ പോകാൻ ഒരു ചടങ്ങുണ്ട്. മോളെ മധുരപാലക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഗർഭിണിയായ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോകുന്നൊരു ചടങ്ങുണ്ട്. ഗർഭിണി ആര്? ഞാൻ ദേണ്ട. ഞാനാണോ? നീയല്ലേ ഗർഭിണി? എന്റെ അമ്മച്ചി, ഞാൻ ഗർഭിണി ഒന്നും അല്ല. എന്റെ മക്കളെ, നീ ഗർഭിണിയാന്ന് പറഞ്ഞോണ്ടാ എനിക്ക് കാല് വയ്യാത്തോണ്ട് നിന്നെ തള്ള അതാണ്ട് മരത്തിൽ കയറി മാങ്ങ മൊത്തം പറിച്ചോണ്ട് വന്നോ. ഇത് കണ്ടോ? മാവേ കയറി ഉറഞ്ഞതാണ്. ഇനി ഏത് ഗർഭിണിക്ക് ഞാനിത് കൊണ്ട് കൊടുക്കും? ഒരു കാര്യം ചെയ്യാൻ മതി, നമുക്ക് സൈഡ് വരാൻ വീട്ടിൽ പോവാം. അവിടെ പോയി ട്രൈ ചെയ്ത് നോക്കാം. പോകത്തരം പറയും. ഒതുക്കി വെക്കട്ടെ. എന്റെ അപ്പച്ച എന്നെ ഇവിടെ ഉപദ്രവിക്കും. അയാൾ എന്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചിട്ടാ ഞാൻ ഛർദിക്കണത്. ആ അറിയാ, നീ കേട്ടാ? എന്താ ഇവിടെ സിബി നമ്മളെ മോളെ ഉപദ്രവിക്കാണെന്ന്. ആ രണ്ടിലൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യം. സിബിക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പൊ വരുന്നത് ഞാനെന്താ മറിയുന്നത്? മറിയാന്ന് വിളിച്ചതാ. അപ്പച്ചൻ തല്ലി മോളെ. ദേഷ്യം വന്ന് ഭ്രാന്ത പുള്ളിക്ക്. എന്തോ മക്കളെ വിളിച്ച തന്നെ മക്കളെ. ഓ എന്തൊരു വിശേഷം? ചുമ്മാ സായിപ്പിനെ കണ്ടൊക്കെ കവാത്ത് പറഞ്ഞോണ്ടോ? ഉണങ്ങിപ്പോയല്ലേ? എന്ത് പെട്ടെന്ന് ഇങ്ങോട്ട്? അല്ല, മോള് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ തമ്മിലെന്തോ ചെറിയ സൗന്ദര്യ പണക്കോ വിഷയങ്ങളോ. ഇവിടെ വിളിച്ചു പറഞ്ഞ? ഓ നീ പറഞ്ഞാടി. പറഞ്ഞു. മാമ ഉള്ള കാര്യം പറയല. ഇവിടെ സ്വഭാവം ശരിയല്ല. എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് ചിട്ടകളുണ്ട്. അതിനനുസരിച്ച് നിൽക്കാമെങ്കിൽ അവൾക്ക് ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ 2 പൊട്ടിക്കും. എന്താണ് മോന്റെ ചിട്ട? അത് പറ. രാവിലെ കട്ടൻ, ഉച്ചക്ക് മട്ടൻ, വൈകിട്ട് മൊട്ട, രാത്രി അങ്ങേർക്ക് പട്ട. ഇതാണ് അയാളുടെ ചിട്ട. അപ്പൊ അവന് വട്ട. ആർക്ക് പറ്റും? അല്ല, മോന് വട്ട പോണ്ടാക്കി അമ്മച്ച് തരാന്ന് പറയാൻ. കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണം മക്കളെ. അങ്ങനെ ചൂടായിട്ട് കാര്യമില്ല. തന്നോടൊക്കെയാണ് വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വേണ്ട ഈ പറയുണ്ടല്ലോ, നമ്മൾ അവനെന്തെങ്കിലും തമാശ പറഞ്ഞിരിക്കും, ഗെയിം കളിക്കും. അല്ലെങ്കിൽ വല്ല ഗെയിം കളിച്ചു. അതെ അതെ. സത്യം പറഞ്ഞ മോനെ ഈ അച്ചായനുണ്ടല്ലോ, ഡെയിലി ഗെയിം ആയിരുന്നു. പിന്നെ അത് ആഴ്ചയിലൊന്നാക്കി, പിന്നെ മാസത്തിലൊന്നാക്കി, ഇപ്പൊ വർഷത്തിലൊന്നുള്ളല്ലേ. പ്രശ്നങ്ങളില്ലല്ലോ. മാമ സീരിയസ് ആയിട്ട് പറഞ്ഞ ഈ ഗെയിമിലൊന്നും എന്റെ കാര്യം നിൽക്കില്ല. അവളെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റും. ഞാൻ പറയാം. നമ്മുടെ മോളെ ഇതാ പ്രശ്നം. നീ ഒന്ന് ഉപദേശിച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. മോളെ ഭർത്താവിനെ കർത്താവായിട്ട് വേണം കാണാൻ, കേട്ടോ. ബഹുമാനിക്കണം, ഭൂമിയോളം താഴണം. നമ്മൾ പെണ്ണുങ്ങളാണ് ആണുങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരുന്നത്. ഞാൻ ഉപദേശിക്കാൻ അവൾ ഉപദേശിച്ചോളും. അമ്മച്ചി പറയാം. അതായത് എന്നും അവൻ തല്ലു. എന്നും തല്ലു അമ്മച്ചി എന്നെ. നിന്റെ കൈ എന്നെ മാങ്ങാ പറിക്കാൻ പോവോ? അടിച്ച് നിലത്ത് കൈ അടിക്കില്ല അവനെ. അല്ല, അപ്പൊ കർത്താവായിട്ട് കാണുന്നു. എന്താ കർത്താവ് വന്നു? അവൻ വീണ് കിടക്കുമ്പോ എന്റെ കർത്താവേന്ന് വിളിക്കണം. അതുപോലത്തെ ഇടി ഇടിക്കും. അപ്പൊ നമ്മൾ സ്ത്രീകൾ ഭൂമിയോളം ക്ഷമിക്കണോന്ന് പറഞ്ഞു. എടി ഭൂമി അവൻ ചവിട്ടി പിടിച്ചോണ്ട് അവനെ സാൻഡ് പേപ്പർ ഉറയ്ക്കുന്ന തല പിടിച്ചവൻ ഉറയ്ക്കണം.
അപ്പച്ചന് കൊടുക്കാറുണ്ട്. അപ്പച്ചനായിരിക്കുന്ന അപ്പച്ചനെ കണ്ടോ? അത് ശരീരമല്ല, ശരീരം മൊത്തം നീരാ. ഞാൻ അടിച്ചങ്ങനെ ആക്കി വെച്ചിരിക്കാ. പിന്നല്ലാതെ എന്നെ പറ്റി എന്തോ പൊക്കി പറഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്തോണം. ശരി. ബാ മോനെ സിബി, അമ്മച്ചിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവള് പാവടാ. അങ്ങനെ എന്നാ കൊള്ളാം എന്തേ എന്താന്ന് പറഞ്ഞാല് എന്താ ആന്ന് പറഞ്ഞാ എന്താ കുഴപ്പം? നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ മറ്റേ കുറെ നാക്ക് വന്നാ ആ നാക്ക് പൊങ്ങൂത്തിരി. നാക്ക് ഇത്തിരി പൊങ്ങും. നാക്ക് നിനക്ക് നാക്ക് നിനക്ക് പേടി എന്താ പ്രശ്നം എന്താ? എന്താ പ്രശ്നം എന്താ? കൂൾ കൂൾ സിബി കൂൾ. ഇത് നമ്മളവിടെ വീട്ടിൽ കളിക്കുമ്പോൾ ഒരു ഗെയിം കളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതെ അതെ. ഗെയിം ഒരു കാര്യം ചെയ്യാം, ഒരു ഗെയിം കളിക്കാം. എനിക്ക് ഈ ഗെയിമിനൊന്നും പിള്ള കളിക്കാന്ന് ഞാനില്ല. പേടി പേടി അയാൾ പേടി ഗെയിം കളിക്കാൻ പേടി. എനിക്ക് നിന്റെ അവിടെ ഗെയിം കളിക്കാൻ പേടിയാ. പേടി. എടി എനിക്ക് നിന്റെ അവിടെ പേടി. ഈ സിബിക്ക് നിന്റെ അവിടെ ഗെയിം കളിക്കാൻ പേടി. പേടിയാന്ന്. ഞാൻ ഉണ്ട് കളിക്കാം. ഞാൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ പിടക്കന്മാർ അതെ. ഇവർ രണ്ടൊരു ടീം ആയിക്കോട്ടെ. ആരൊക്കെ? അമ്മച്ചി മോളെ ടീം അത് അവളെന്റെ ടീമിലുണ്ട. എനിക്ക് നിന്നെ കിട്ടണം ഗെയിമില്. അല്ല എന്നാ കളിക്കുന്ന പറ. ജയിക്കുന്ന ടീം തോക്കുന്ന ടീമിൽ ഒരാൾക്ക് ഒരടി, അത് പറ്റൂല. കരണത്തൊരടി. ജയിക്കുന്ന ഞാൻ നമുക്കൊരു കരണത്തൊരു ജയിക്കുന്ന ടീം കരണത്തൊരടി. ഇതിന് മാനം കിട്ടും. മാനം കിട്ടും. സത്യമായിട്ട് ഞാൻ പറഞ്ഞു. സമ്മതിച്ചാരെ കളിക്കാം. കരണത്തൊരടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഒരു സിനിമ പേര് വെച്ച് ഗെയിം കളിക്കാം. കളിക്കാം. ഞാനൊരു പേര് മറിയോട് പറയും. മറി അത് അഭിനയിച്ച് കാണിക്കണം. ആ സിനിമയുടെ പേര് മോള് പറയണം. പറഞ്ഞില്ലെങ്കിൽ അടി. പറഞ്ഞില്ലെങ്കിൽ ഇതാ. സമ്മതിച്ചു. ഞാൻ പറയിപ്പിക്കും. എന്റെ കൊച്ചിനെ ഞാൻ പറയിപ്പിക്കും. റെഡിയാണ്? അമ്മച്ചി അമ്മച്ചി അങ്ങോട്ട് നീ അവിടെ നോടി. ഇങ്ങോട്ട് വാ. എന്നാ പേരെന്നാ? റെഡിയാന്നേ? അടുത്ത പേര് മഞ്ഞമ്മൽ ബോയ്സ്. അല്ല അത് മാറ്റി പിടിക്കാം. വേറെ മഞ്ഞമ്മൽ ബോയ്സ് പോയി കാണേടി പോ. അല്ല മഞ്ഞമ്മൽ അമ്മച്ചി എളുപ്പത്തിൽ കാണിക്കണേ. ഗെയിം സ്റ്റാർട്ട് ചെയ്യണേ. ആ ഞാൻ നോക്കട്ടെ. റെഡി സ്റ്റാർട്ട്. കല്യാണരാമൻ. അമ്മച്ചി കാണിക്കണേ. കല്യാണം. 6 അല്ല. 7 ഒരുപാട് കല്യാണം. 9 മഞ്ഞമ്മ ബോയ്സ് എനിക്കറിയാൻ പാടില്ല അമ്മച്ചി. എന്റെയൊക്കെ ഗെയിം ഉണ്ടാക്കണം. ഇങ്ങോട്ട് വാടി. അമ്മച്ചി പറയാം അമ്മച്ചി. അടിക്കാൻ പറ്റും. എന്തോന്നാ ഞാൻ അടിക്കാം. എന്തോന്ന്? ഞാൻ അടിക്കാം. അവളെ അല്ല പിന്നെ? മറിയ അടിക്കാം. അമ്മ പിന്നെ എനിക്ക് അടിക്കണ്ടേ? ഇല്ല മക്കളെ, ഗെയിം ഇഷ്ടം പോലെ കിടക്കുകയില്ല. അടിച്ചോ അമ്മ. കണ്ടോ? അടുത്ത അടി കേട്ടാ. എന്റെ മൂക്ക് വേണ്ടിയിട്ട് അപ്പച്ചൻ അത് ഏറ്റെടുത്തു. എന്നെ പതുക്കെ അടിച്ച് ഇങ്ങനെ അഴുകി വിടുന്നു. പതുക്കെ? പതുക്കെ അടിക്കുന്നു. അയ്യോ. മറിയേ എന്തോ ഇങ്ങോട്ടൊന്ന് നിൽക്കാം. കണ്ടോണം കേട്ടോ പതുക്കെയാ. മുട്ടറടിപ്പിക്കുമല്ലേ? എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കില്ലടി. 5 കിലോ അരിയും 1 ലിറ്റർ മണ്ണെണ്ണയും പറ്റുമെങ്കിൽ 2 ആട്ടയും റേഷൻ കടക്കാരാ. മാമയ്ക്ക് ഇങ്ങനെ തോന്നണേ എന്തെന്നാ? മാമ നെയ്യ് എടുത്ത് വിട്ടോണ്ട് വേണംകോട്ടിയില്ലേ? അപ്പൊ ഞാൻ തന്നുവിടാം. മതി മക്കളെ, കളി ഈ കളി മതി, ഈ കളി മതി. ആദ്യത്തെ കളിയൊന്നും വേണ്ട. എടി, ഈ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. മതി സിബി. ശിവി മതിയാക്കില്ല. ശിവി മതിയാക്കില്ല. കാര്യം. മാമന്റെ കൊടു. നമുക്ക് പണി കൊടുക്കാം. ഇങ്ങോട്ട് വാ. നീ ഒരു സിനിമയുടെ പേര് പറഞ്ഞ. പപ്പയുടെ സ്വന്തം അപ്പൂസ്. പപ്പയുടെ കക്കൂസ് വീട്. അത് പോട്ടെ. ഞാൻ നിന്റെ അപ്പച്ചൻ കിടന്ന് മെഴുകുന്ന ഒരു സാധനം പറയാം. ഏത്? രതി നിർവേദം. അങ്ങനെ കിടന്ന് മെഴുകുന്ന രതി നിർവേദം. ഗെയിം തുടങ്ങാൻ പോവാ. റെഡി 1 2 3 സ്റ്റാർട്ട്. അടുത്തത് വാ തുറക്കരുത്. ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടൈം ഔട്ട്. സമയം കഴിഞ്ഞു. ഇനി ഞാറും കൊടുക്കട്ടെ. അല്ല അമ്മച്ചി, ഞാൻ കൊടുക്കാം അമ്മച്ചി. കുറെ നാളെ ഞാൻ കൊടുക്കാം. എന്റെ ആഗ്രഹമാണ് അമ്മച്ചി. ഇത് എന്റെ ഊഴം. രാവിലെ കട്ടൻ, ഉച്ചക്ക് മട്ടൻ, വൈകിട്ട് മുട്ട, രാത്രി ഇവിടെയെങ്കിലും ഭാര്യയും ഭർത്താവും വഴക്കൂടുമ്പോ നാട്ടുകാരെല്ലാം വന്നിങ്ങനെ കിണിച്ചോണ്ടങ്ങ് നിന്നോണം. നാട്ടുകാരും വന്നതല്ല. ഫസ്റ്റ് അടി എന്റെ ഈ മൈൻഡ് പോയതാണ്. അടുത്ത കളി. പക്ഷെ അടുത്ത കളിക്ക് ഒരു ഇതുണ്ട്. 2 അടി അടിക്കും. 2 അടി ജയിക്കുന്നവർ 2 അടി അടിക്കും. സിബി എങ്ങനെ ജയിക്കണെന്ന് കാണിച്ചു തരാം. ഒരു ഭാഗ്യ പരീക്ഷണ. നീ എന്നെ അടിച്ചല്ലേടി മാമ. ഈ കുപ്പി ഇത് കറങ്ങി ആരുടെ നേരെയാണോ നിൽക്കുന്നത് അവരെ കടി. മനസ്സിലായ? 1 2 3 സ്റ്റാർട്ട്. മാമ, ആ കുപ്പി കറങ്ങി എന്റെ നേരെ നിൽക്കും പോലെ എനിക്ക് തോന്നുന്നു. തോന്നിയതല്ല, നിന്റെ നേരെ തന്നെ. ഓ
രണ്ടടി എനിക്ക് എന്നാ ഡിവോഴ്സ് ചെയ്യണോ അല്ലേ അമ്മച്ചി? റെഡി 1 2 മതി അടുത്ത ഗെയിമോ അമ്മ? എനിക്ക് അടുത്ത ഗെയിം എനിക്ക് അടുത്ത നിനക്ക് മതിയാടി, നിനക്ക് മതിയാടി. അമ്മ അടുത്ത ഗെയിം ഇനി 5 അടിയാണേ. ഇനി 5 അടി. അത് വേണ്ട സിബി പറയുന്നത് കേക്ക്. ഇനി 5 അടിയാണേ. ആണുങ്ങൾ മാത്രം ജയിക്കുന്ന ഒരു ഗെയിം പറയാമോ? ഒരെണ്ണം ഉണ്ട്. പുഷപ്പടി. പുഷപ്പടി. പുഷപ്പടി നിങ്ങളെ കൊണ്ട് നടക്കൂല. ഇല്ല, നമുക്ക് എത്ര തവണ പോവില്ല. എന്ത് ഗെയിം എന്ത്? പുഷപ്പടി. അയ്യോ അതൊന്നും പറ്റൂല. ഏറ്റവും കൂടുതൽ പുഷപ്പടി അമ്മച്ചിക്കൊന്നും പറ്റൂലെന്നേ. ഗെയിം ഫിക്സ് ചെയ്തേക്ക്. മാമ കട്ടക്കിക്കൂല. ആ ഉണ്ട് കൂടെ. ഞാൻ ഫയൽമാനല്ലേ. സിബി അടിച്ചല്ലേ? 1 2 3 സ്റ്റാർട്ട്. അമ്മ അടിച്ചോ അമ്മ. തുറക്കാം മാമ, തുറക്കാം. കണ്ടോ? അയ്യോ മാമ ഇതോടൊപ്പാണ്. ഞാൻ അപ്പുറത്തെ ജംഗ്ഷനിൽ കാണും. എന്ത് ഇവിടെ നിന്ന് അടി കൊണ്ട് ചാവ എനിക്ക് വയ്യ. മക്കളടി 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 വിടല്ലേ, ആണുങ്ങളെ വില വിടല്ലേ. പോട്ടെ 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 പോവും. ഇനിയും പോ പോട്ടെ പോട്ടെ. കൊച്ചിന് വയ്യാത്ത കൊച്ചു വയ്യാതെ പോണേ ഉള്ളു. പെട്ടെന്ന് പെട്ടെന്ന് പോട്ടെ. അയ്യോ അമ്മച്ചി നമ്മള് ജയിച്ചവരെ അടിക്കട്ടെ. ഇങ്ങനെ നടക്കുന്ന എങ്ങനെ അടിക്കും? അയ്യോ. ചവിട്ട് കൂട്ടടി. പിന്നെ എന്ത് മനസ്സിലായി? പെണ്ണുരുമ്പട്ട ബ്രഹ്മനും തടുക്കാൻ പറ്റൂല. അടുത്ത ഗെയിം എന്തോന്നു മാമ? അത് കിട്ടിയെന്നും പോലെടാ. അവിടെ അയ്യോ ആക്ഷൻ. എന്ത് പറ്റി മോളെ? അല്ല സാറേ, ഒരു വിഷയമുണ്ട്. എന്താ? ഞങ്ങളെ കാബൂടി വാലേന്റെ സ്കിറ്റാ കളിക്കുന്നേ. ആ അതിനാ? അല്ല, കാബൂടി വാലേന്റെ പാട്ടിനെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. ശരി, അതുകൊണ്ട് നമുക്കേ ആ കാബൂടി വാലേന്റെ സ്കിറ്റിന് ജോക്കറിന്റെ പാട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലോ? ആ ഇനിയിപ്പോ അതല്ലേ വഴിയുള്ളൂ. ഡബിൾ ഓക്കെ. ഓക്കെ. ആക്ഷൻ. ഇത്രയും ലോജിക്ക് ക്ലിയർ ചെയ്ത് പോണ ആൾക്കാര്. സ്വപ്നം മധുമധുര മന്ദാര മലർ ചൊരിഞ്ഞു. മര്യാദക്ക് ഡാൻസ് കളിച്ച് നിന്നതാ. ആരോ അവതാളം വായിച്ചോണ്ട് വരുന്നേ. അയ്യോ ചേട്ടാ, അവിടെ പാമ്പൊന്നുമില്ല. ഞാൻ ഡെയിലി മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ഒക്കെ വിതറുന്നതാ. അതുകൊണ്ട് പാമ്പൊന്നും ഉണ്ടാവില്ലേ? ഞാൻ പാമ്പുടുത്തക്കാരനല്ല. ഈ ചാക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പാമ്പുടുത്തക്കാരനായിരിക്കുന്നു. ഇത് മകടിയല്ല, ബ്യൂഗിള്. അപ്പൊ താങ്കൾ മെജീഷ്യനാണോ? അതെന്താ എങ്ങനെ ചോദിച്ചു? അല്ല, ബ്യൂഗിളില്ലാണ്ട് കൈ കൊണ്ട് മ്യൂസിക് വായിക്കുന്നോണ്ട് ചോദിച്ചതാ. അല്ല, ബ്യൂഗിൾ ഇല്ലാത്തോണ്ട് മൊബൈലിൽ പാട്ടും വെക്കും, കൈ കൊണ്ട് ആക്ഷനും കാണിക്കും. അല്ലെങ്കിൽ ഈ കാബൂളി വാലിക്ക് ഒരു പഞ്ചില്ല. അല്ലേ ചാക്കിനെന്തുവാ? കന്നാസ്. ബെസ്റ്റ്. കന്നാസ് കൊണ്ടുവന്നിട്ട് മണ്ണെണ്ണ വാങ്ങാൻ. ഇത് റേഷൻ കട ഒന്നല്ല, സർക്കസാ സർക്കസ്. ഓ ഏണ്ട, ഇത് കന്നാസ്. കള്ളാസന്തി. ഇത് കടലാസ്. ഇവര് രണ്ടുപേരും ഈ സിനിമയിലെ മെയിൻ ആയിട്ട് ക്യാരക്ടറുകളാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഡയലോഗ് പറഞ്ഞോട്ട് അഭിനയിക്കാൻ വയ്യ. അതുകൊണ്ട് പ്രോപ്പർട്ടി വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്
എടാ കന്നാസേ, എടാ കടലാസേ, എന്റെ ബ്യൂഗിൾ നിങ്ങൾ എവിടെയാണ് കൊണ്ട് കളഞ്ഞേ? പറയണ കന്നാസേ, പറയണ കടലാസേ. അല്ല അപ്പൊ ഈ പ്രോപ്പർട്ടി ഒക്കെ സംസാരിക്കോ? അതുകൊണ്ട് എനിക്ക് ഊതാറിയെങ്കില് പ്രോപ്പർട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കാനും എനിക്കറിയാം. ബ്യൂഗിളെന്ന് കേട്ട എനിക്ക് ഭ്രാന്താ. അത് പറയാതെ തന്നെ മനസ്സിലായി എനിക്ക് ഭ്രാന്താണ്. കുട്ടിയുടെ പേരെന്താണ്? ലൈല. കിലോയ്ക്ക് എന്താ വില? അയിലല്ലോടോ ലൈല. ഓ ലൈല. ഓ ലൈല അല്ല പി ലൈല. അല്ല നിന്റെ പേരെന്താ? മുന്ന. മുന്നെന്ന് പറഞ്ഞു മുന്നോട്ട് നിൽക്കാതെ പിന്നോട്ട് പോ. മുന്ന. എനിക്ക് എന്റെ ബ്യൂഗിളും സെർച്ച് ചെയ്ത് തരാവോ? ബ്യൂഗിള് സെർച്ച് ചെയ്യാനേ ഞാൻ ഗൂഗിൾ അല്ല. ലൈലയാണ് ഇവിടെ കോമഡി കൈകാര്യം ചെയ്യുന്നത്. കോമഡി മാത്രമല്ല ഇതുപോലത്തെ ഉടാപ്പികളും കൈകാര്യം ചെയ്യുന്നതേ ഈ ലൈല തന്നെയാ. എനിക്ക് എന്റെ ബ്യൂഗിൾ ഇല്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല. അതെന്തുവാ ബ്യൂഗിളും കഴിപ്പിടിച്ചാണോ കിടന്നുറങ്ങുന്നത്? ഈ സ്പോർട്ട് കോമഡി കേട്ടിട്ടാന്ന് തോന്നുന്നു. തോണ്ടൊറേ കിടന്ന് സിംഹം എണ്ണിച്ചെന്ന് ചിരിക്കുന്നു. ആടെയല്ല സിംഹം, എവിടെയാ സിംഹം? സോറി, അവിടെ എണ്ണിച്ചെന്ന് ചിരിക്കുന്നു. സമയത്രേ 12 മണി. 12 മണിക്ക് ആ സിംഹത്തിന് എണീറ്റ് ചിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. എന്തിനാ കരടിയുടെ ഫ്ലെക്സ് അവിടെ വെച്ചേ? അതോ അത് ഈ സർക്കസില് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ കരടിന്റെ ഫ്ലെക്സ് ആണ്. കോമഡി സർക്കസ് ആണോ അതോ കോമഡി മാസ്റ്റേഴ്സ് ആണോ? അതെന്താ? അല്ല ബാക്ക് യു കോമഡി. എന്റെ അച്ഛന്റെ ഓർമ്മക്കായിട്ടുള്ള ബ്യൂഗിളായിരുന്നത്. അച്ഛനും പോയി ബ്യൂഗിളും പോയി. എന്നാ പിന്നെ അച്ഛൻ തിരിച്ചു വരുമ്പോ ഒരു പുതിയ ബ്യൂഗിൾ വാങ്ങാൻ പറഞ്ഞ പോരെ? തിരിച്ചു വരുമ്പോ ബ്യൂഗിൾ മേടിച്ചോണ്ട് വരെ അച്ഛൻ ടൂറിന് പോയതല്ല, മരിച്ചു പോയെന്ന്. കടലാസും കടലാസും എന്റെ ബ്യൂഗിൾ ഇവിടെ എവിടെ കുഴിച്ചിട്ട്. അത് കിട്ടുന്നവരെ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് ഈ സർക്കസിൽ തരാവോ? ജോലി ഒരു ജോലി ഉണ്ട്. എന്ത് ജോലി? തോണ്ട കടുവക്കൂട് കണ്ടോ? കാലിയായി കിടക്കല്ലേ? ഇവിടുത്തെ ആൾക്കാര് ഷോ കാണാൻ വരുമ്പോ നീ ആ കടുവക്കൂട്ടില് കടുവേന്റെ ഫിഗറും പിടിച്ച് നിക്കണം. എന്താ പറ്റോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എത്ര മാസം പട്ടിണി നടക്കുന്നേ? കൊച്ചാ നീ ഇവിടുത്തെ മുതലാളി വിളിച്ചോണ്ട് ആ മുതലാളിയോട് പറഞ്ഞോളാം. എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളൂ, ഞാനാണ് ഈ സർക്കസിലെ മുതലാളി. ഒറ്റ തമാശ പറയാതെ പോയി മുതലാളി വിളിച്ചോണ്ട് വരാൻ. അപ്പൊ മുതലാളിയെ വിളിച്ചാലേ പറയൂ. മുതലാളിക്ക് വിളിക്കാം. പക്ഷെ താനാരാ? ഈ സർക്കസ് കൂടാരത്തിന് ബ്യൂഗിൾ എടുക്കാൻ വന്ന ആളാണോ മാഷി? ഇതൊക്കെ ചോദിച്ചാ താനാരാ? തമ്പുരാൻ. ഈ സർക്കസ് കൂടാരത്തിലെ തമ്പുരാൻ. തമ്പുരാൻ കണ്ടാലും പറയും ഇയാൾ ഇവിടുത്തെ സിംഹത്തിനും പുലിക്കൊക്കെ തീറ്റ കൊടുക്കാൻ വന്ന ആളാ. അങ്ങോട്ട് മാറിയിക്കാം, മുതലാളിയെ വിളിക്കാം. മക്കളെ മുന്ന, ഇതെന്തിനാ അങ്ങോന്ന് മുന്നാന്ന് വിളിക്കുന്നേ? മുന്നേ ഇവിടെ നിൽക്കുവല്ലയോ? അവിടുന്ന് മുന്നാന്ന് വിളിച്ചാലേ അവന്മാർ മ്യൂസിക് ഇടൂ. കിട്ടാലേ എനിക്ക് ക്യാപ്റ്റൻ രാജുവായിട്ട് കേറി വരാൻ പറ്റൂ. മക്കളെ മുന്ന, മുന്ന പിടിച്ചു തിന്നല്ലേ? മക്കളെ മുന്ന, നീ ആളാകെ അങ്ങ് വളർന്നിരിക്കുന്നു. ചുമ്മാ കള്ളം പറയൂ. എന്നെക്കാട്ട് വളർന്നിരിക്കുന്ന നിങ്ങളാ. 6 അടി പൊക്കത്തെ വന്ന് ഇന്ന് കള്ളം പറയുന്നുണ്ടോ? അത് പോട്ടെ മോളെ ലൈല, കൂട്ടിൽ കിടക്കുന്ന സിംഹത്തിന് ഇഡ്ലി സാമ്പാറും കൊടുത്തോ? സിംഹത്തിന് ഇഡ്ലി സാമ്പാറോ? അതെ, ഞങ്ങൾ കഴിക്കുന്ന ഇഡ്ലി സാമ്പാറും സിംഹത്തിന് കൊടുത്തിട്ട് സിംഹം കഴിക്കുന്ന ഇറച്ചി ഞങ്ങൾ ഇങ്ങെടുക്കും. ഞങ്ങൾക്ക് വല്ലതും കഴിക്കണ്ടേ? എല്ലാം ഒരു സിസ്റ്റമാറ്റിക് എഫേർട്ടാണ്. മോളെ ലൈല, ഇവനാരാണെന്ന് മനസ്സിലായോ? പറഞ്ഞു കൊടുക്കങ്ങോട്ട്. ഞാൻ പറഞ്ഞു തരാം. ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതെ, ഇവനൊരു നിസ്സാരക്കാരനല്ല. അതെ, ഇവൻ ബൈക്ക് പോയി പെണ്ണുങ്ങളുടെ മാല മോട്ടിക്കും, ബസ് പോയി പെണ്ണുങ്ങളുടെ പേഴ്സ് മോട്ടിക്കും. ഇനിയുമുണ്ട്, തീർന്നിട്ടില്ല. മുളക് പാട്ടേ കിടക്കുന്ന പൈസ അടക്കം ഇവൻ അടിച്ചു മാറ്റും. എനിക്കറിയാവുന്ന ചരിത്രമല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ചരിത്രം വിളമ്പല്ലേ? ആട്ടെ, നീ എന്തിനാ അവിടെ വന്നത്? എനിക്ക് എന്റെ ബ്യൂഗിൾ തരായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പോയേനെ. ഇതാ നിന്റെ ബ്യൂഗിൾ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? എന്റെ മോളെ കാണാനോ അവളോട് സംസാരിക്കാനോ പാടില്ല. നിന്നെക്കാളും ഉണ്ടല്ലോടാ നിന്റെ ബ്യൂഗിള്. തെങ്ങി കയറുന്നവന്റെ എത്ര ഉണ്ടോ തെങ്ങ്? എടാ, എന്റെ മോളെ നോക്കുന്നവന്റെ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും. അവളോട് സംസാരിക്കുന്നവന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. അതുവരെ കാത്തിരിക്കാനുള്ള സമയം എനിക്കില്ല. നീ എന്റെ മോളെ പ്രേമിക്കുവല്ലേടാ? ശരിയായില്ല. എനിക്കും തോന്നി അടിച്ചത് ശരിയായില്ലെന്ന്. ഇപ്പൊ ശരിയായോടാ? അയ്യോ അച്ഛാ, അനക്കില്ല അച്ഛാ. അയ്യോ എനിക്ക് അച്ഛാ, അച്ഛന്റെ കോടി കുറച്ച് ഓവറായി പോയി. അയ്യോ ശ്വാസമില്ല അച്ഛാ. ഒരു കാര്യം ചെയ്യേ, ഇവനെ എടുത്ത സിംഹത്തിന്റെ കൂട്ടിക്കൊണ്ടിട്. അയ്യോ അനക്ക ഉണ്ട്. മോളെ ലൈല, അകത്ത് കയറിപ്പോ. ചെല്ലടി.
മക്കളെ മുന്ന ഈ പാട്ട് എവിടുന്ന് കിട്ടി? പാട്ടയോ? പാട്ടയല്ലടാ പാട്ട്. ഗൂഗിളിൽ തപ്പി പഠിച്ചേ. ഗൂഗിൾ നോക്കി പഠിച്ചാൽ ഇത്ര പക്കയാവില്ല. സത്യം പറ, നിന്നെ ആരോ പഠിപ്പിച്ചു വിട്ടതാ. ബാബ 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 ബന്നു 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 ബാബ 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 എന്ന് പറയുന്ന പേര് പറയടാ. എന്റെ ബാബ. മക്കളെ മുന്ന, ഇതാണോ നിന്റെ ബാബ? അയ്യോ, ഇത് എന്റെ ബാബയെ കട്ടി സൗന്ദര്യമുണ്ട്. എന്റെ ബാബയ്ക്ക് ഇത്ര താടി മുടിയില്ല. എന്റെ ബാബയ്ക്ക് 4 കാലില്ല. നോക്കിയേ അച്ഛാ, ഇത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ചിമ്പാൻസിയാ. സോറി, ഇതാണോ നിന്റെ ബാബ? മക്കളെ മുന്ന, നീ എന്റെ ചോരയാണാ. എന്നാ ബാബ നിങ്ങൾ എന്റെ കറിയാ. ചോറല്ലടാ. അയ്യോ അച്ഛാ, ചോരനെ പറ്റി പറയല്ലേ. ചോര കേട്ട് അപ്പൊ തല കറങ്ങും. അത് പോട്ടെ. മക്കളെ മുന്ന, ഈ കാണുന്നതെല്ലാം നിന്റെ സ്വന്തമാണോ? ഇതെല്ലാം എന്റെ ആണോ? ഒരു വഞ്ചിന് പറഞ്ഞെന്ന് പറഞ്ഞ് ഇനി അതിൽ കയറി പിടിച്ചോ. എന്നാ ഞാനൊരു പഞ്ചിനങ്ങ് പറയട്ടെ. എന്റെ ബന്ധുക്കളെ കാണുമ്പോ എന്തെങ്കിലും ഈ കത്ത് കൊടുക്കാൻ എന്റെ ബാബ പറഞ്ഞായിരുന്നു. ഈ കാണുന്നത് നിങ്ങളുടെ മുന്നയല്ല, ഞാൻ ഡോക്ടർ സാറുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച ഉണ്ണിയാണ്. മക്കളെ മുന്ന, നീ മുന്നയല്ല, ഉണ്ണിയാണ്. അതെ, ഞാൻ ഉണ്ണിയാണ്, മുന്നയല്ല. അല്ലടാ, നീ മുന്നയല്ല, ഉണ്ണിയാണ്. അല്ല, ഞാൻ ഉണ്ണിയാണ്, മുന്നയല്ല. ഒന്ന് നിർത്തോ. ഒരാള് പറയുന്നു ഉണ്ണിയാണ് മുന്നയല്ലെന്ന്, ഒരാള് പറയുന്നു മുന്നയല്ല ഉണ്ണിയാണെന്ന്. എന്തായാലും ഇയാള് ഡോക്ടർ സാറിന്റെ ഉണ്ണിയും അച്ഛന്റെ മുന്നയും കൂടെ ചേർത്ത് മുണ്ണി എന്നറിയപ്പെടും. മക്കളെ മുണ്ണി, മുണ്ണിയുടെ തന്ത മാമ. ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് ഒരു വഴിയായി. അത്ഭുതപ്പെടുത്തുക എന്ന് പറയില്ലേ, നമ്മൾക്ക് അതായത് നമ്മളെ കൊണ്ടൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. ഈ പ്രായത്തിലേക്ക് ഇങ്ങനെ കളിക്കുക, ഇവരുടെയൊക്കെ ടൈമിംഗ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഓരോ കൗണ്ടറിനും അവർ കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അതൊരു സെൻസാണ് ആക്ച്വലി, അല്ലേ പക്രുചേട്ടാ? അതായത് തമാശ പറഞ്ഞ് നമുക്ക് ചിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് അവർ കൃത്യമായിട്ട് കയറുക എന്നുള്ളത്. 3 പേരും കേട്ടോ ഗംഭീര. പിന്നെ മോഹൻലാലിന്റെ ചെയ്തില്ല 6 നമ്പറല്ല, അപ്പൊ അതിന്റെ ഇടയിൽ പുള്ളിക്കാരത്തി ആണായല്ലോ. അപ്പൊ ആ ആണായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരു സൈറ്റ് അതൊക്കെ നോട്ട് ചെയ്യണ്ടായിരുന്നു. ഉഗ്രനായിരുന്നു കേട്ടോ. മറ്റേ ക്യാപ്റ്റൻ രാജു ഉണ്ടല്ലോ, ആ തുടക്കം തൊട്ടിട്ട് ആ വോയിസ് പിടിച്ചിട്ട് അപ്പൊ ഇവൻ ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നതിനിടയ്ക്കാണ് ഒരു ചെറിയൊരു സാധനം ഇട്ട് കൊടുത്തത്, യഥാർത്ഥ സൗണ്ട്. കുട്ടികളുടെ സ്കിറ്റാണല്ലോ, അങ്ങനെ വിട്ടുകളഞ്ഞിട്ടൊന്നുമില്ല. റൈറ്റേഴ്സിനുണ്ട് കേട്ടോ, അത് എഴുതിയ റൈറ്റേഴ്സിനുണ്ട് ഒരു നല്ലൊരു കൈയടി. ഞെട്ടിത്തെറിച്ചിരിക്കുന്ന മണിക്കുട്ടൻ ചേട്ടൻ ഇനി എന്താണ് പറയാനുള്ളത്? ഞാൻ ഇവര് ഇങ്ങനെ എക്സ്പ്രഷൻ വാരി ഇങ്ങനെ വിതറുന്നുണ്ടായിരുന്നു. എന്തുമാത്രം എക്സ്പ്രഷൻ! ഇത് വല്ല എടുത്തിട്ട് പോയിട്ടാണ് ഇനി എനിക്ക് രക്ഷപ്പെടാൻ. മോളെ, നിന്റെ ഡാൻസിന്റെ ഗ്രേസ് ഉണ്ടല്ലോ, ഞാൻ ഹിപ്പ് ഇങ്ങനെ വെച്ചൊരു സ്റ്റെപ്പ് ഒക്കെ ചെയ്തല്ലേ, ഇവര് എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ആ ഡാൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡാൻസ് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒന്നുകൂടെ ഡാൻസ്, വേറെ ഡാൻസ് ഉണ്ടോ? ഡാൻസ് കളിക്കാവോ ഒന്നുകൂടെ നമുക്ക് വേണ്ടി? ആളെയാ, നമുക്ക് അവിടെ റൈറ്റ്സ് ഉള്ള ഏതെങ്കിലും പാട്ടുണ്ടോ മോളെ? ബ്രേക്ക് ഡാൻസ് ആണോ ഇത്? One. Oh, super. എന്താ പറഞ്ഞു കൊടുക്കങ്ങോട്ടേക്ക്. എന്നെ മനസ്സിലായി കാണും. വർഷങ്ങളായി സുഗന്ധ ലേപന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ബിസിനസ്സുകാരനാണ് ഞാൻ, ലാൽ. അത് മനസ്സിലായില്ലായിരുന്നു. ഞാൻ ഇവരുടെ അടുത്ത് ലാലോ? ലാൽ എന്നാണ് എന്റെ പേര്. ഞാൻ എന്റെ ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ പുതിയൊരു വർക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നറുമണം വിതറി സുഗന്ധം പരത്താൻ വിലാസിനി പെർഫ്യൂംസ്. ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് ആണ് വിലാസിനി പെർഫ്യൂം. വിലാസിനി ആരാ? വിലാസിനി എന്റെ ഭാര്യ. ചേട്ടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല? ഇല്ല, പെർഫ്യൂമിന്റെ പേരൊന്ന് ചോദിച്ചെന്ന് മാത്രം. അപ്പൊ ഞാനിവിടെ വന്ന എന്ന് പറഞ്ഞാൽ ഞാൻ ബിസിനസ് സംസാരിക്കാനായിട്ടാണ് വന്നത്.
അപ്പോ ഞങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറും മോഡലുമായി ശ്രീ മണിക്കുട്ടൻ സാറിനെ പ്ലീസ് എല്ലാവരും ഒന്ന് കേട്ടിട്ടോ. ഞാൻ പറഞ്ഞില്ലേ വർക്ക് കിടക്കാച്ചി വർക്ക്. ചേട്ടാ ഇതിപ്പോ എന്തറിയാമോ ചേട്ടാ, ഞാൻ വേറെ ചില ബ്രാൻഡിന് വേണ്ടി ഈ പറയുന്ന ബ്രാൻഡ് അംബാസിഡർ ആവാൻ നിൽക്കുകയാണ്. അല്ല, ആട്ടിയ കറ്റാനും പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ബിസിനസിനെ കുറിച്ച് ഞങ്ങളുടെ ഈ കമ്പനിയുടെ ആദ്യ പരസ്യം ഷൂട്ട് ചെയ്യുന്നത് അമേരിക്കയിലെ മിയാമി ബീച്ചിലാണ്. ഞാൻ മിയാമി ബീച്ചിലൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാലും ഞങ്ങളുടെ ഓഫർ ഒന്ന് കേട്ട് നോക്കണം. ഒരു 150ഓളം വരുന്ന അമേരിക്കൻ മോഡലുകൾ ബീച്ചിൽ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അപ്പൊ അവർക്കിടയിലൂടെ ഒരു ഇന്ത്യക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു. ആരും അയാളെ നോക്കുന്നില്ല. അയാൾ പെട്ടെന്ന് അവിടെ നിന്നിട്ട് പോക്കറ്റിൽ നിന്ന് നറുമണം പടർത്തി സുഗന്ധം പരത്താൻ നമ്മുടെ വിലാസിനി പെർഫ്യൂം എടുക്കുന്നു. പെട്ടെന്ന് ഈ കിടന്ന 150 മദാമ്മമാരും എടുത്ത് ഈ ഇന്ത്യക്കാരന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഇന്ത്യക്കാരന്റെ അടുത്തേക്ക് ചെന്ന് ഇന്ത്യക്കാരനെ കെട്ടിപ്പുണരുകയാണ്, ഉമ്മ വയ്ക്കുകയാണ്. എല്ലാം കണ്ട് ചമ്മി നാറ് നിൽക്കുന്ന സായിപ്പന്മാർ, ആഷേ എന്താണ് നിങ്ങളുടെ ഈ നറുമണത്തിന്റെ രഹസ്യം? അപ്പൊ പോക്കറ്റിൽ നിന്ന് വിലാസിനി എടുത്ത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ പൊക്കി നറുമണം പടർത്തി സുഗന്ധം പടർത്താൻ വിലാസിനി പെർഫ്യൂം. സൂപ്പർ സൂപ്പർ സൂപ്പർ. അതെ മണിക്കുട്ടൻ ബ്രോ തിരക്കല്ലേ? ഞാനാണ് ഈ മിയാമിയിൽ പോയിട്ടില്ല. അത് നല്ലൊരു ഓപ്ഷൻ. നിനക്ക് വേറെ വേറെ ഇറക്കുന്നുണ്ട്, വേറെ എണ്ണ ഇറക്കുന്നുണ്ട്. അല്ല പുള്ളിക്കാരൻ ഡിസൈഡ് ചെയ്തിട്ട് അത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് നിങ്ങൾ തമ്മിലുള്ള തീരുമാനം ഇല്ലില്ല, മിയാമിയിലൊക്കെ എനിക്കാണ് വാല്യൂ കൂടുതൽ. ഓക്കെ ആണല്ലോ. അല്ല എനിക്കാണ് കൂടുതൽ. ഒരു സാറ്റലൈറ്റ് അല്ല സാർ, ഒന്ന് ചിന്തിക്കുക. ആദ്യം വന്നപ്പോൾ മണിക്കോട്ടൻ ചേട്ടൻ ഒന്ന് നിരസിച്ചു. പക്ഷെ നോക്കൂ, ആ നിഷ്കളങ്കനായ മനുഷ്യന് വേണമെങ്കിൽ 101 മദാമ്മമാരെ കണ്ടിട്ടല്ല. എനിക്ക് മനസ്സിലായി. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഓഡിഷൻ നടത്താം. നമുക്കൊരു ട്രയൽ പോകാം. ആദ്യം റിഹേഴ്സൽ നോക്കുക. പേരെന്താ പറഞ്ഞത്? എലീന ഇവിടെ നിൽക്കുകയാണ്. ഞാൻ നിൽക്കണം. അപ്പൊ മണിക്കുട്ടൻ സാർ ഇതുവഴി ഇങ്ങനെ നടന്നു പോവുകയാണ്. എലീനെ നോക്കാൻ ശ്രമിക്കുന്നു. എലീനെ ശ്രദ്ധിക്കുന്നില്ല. ഒരു പുച്ഛം, 2 പുച്ഛം, 3 പുച്ഛം, മൊത്തം 3 പുച്ഛം. 3 പുച്ഛം ഇടണം. ഈ 3ാമത്തെ പുച്ഛം ഇടുന്ന സമയത്ത് മണിക്കുട്ടൻ സാറിന് വിഷമമാകുന്നു. മണിക്കുട്ടൻ സാർ ഉടനെ കയ്യിലിരിക്കുന്ന നമ്മുടെ വിലാസിനി പെർഫ്യൂം എടുക്കുന്നു. അപ്പൊ ഈ നറുമണം കാറ്റിൽ ഇങ്ങനെ പടരുകയാണ്. അപ്പൊ എലീന ആ മണത്തിൽ ഇങ്ങനെ മയക്കി, മാഷേ എന്താ ഈ നറുമണത്തിന്റെ രഹസ്യം? അപ്പോ നമ്മുടെ മണിക്കുട്ടൻ സാർ ഇതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് പറയുന്നു, സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ നറുമണം പടർത്തി സുഗന്ധം പരത്താൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറകെ കൂടി ഓടുന്നു. അല്ല, നറുമണം പടർത്തി സുഗന്ധം പരത്താൻ വിലാസിനി പെർഫ്യൂം. ഞാൻ പുള്ളി പഠിച്ചിട്ടില്ല. നറുമണം പടർത്തി സുഗന്ധം പരത്താൻ വിലാസിനി തൈലം. എന്റെ മോഡുലേഷൻ നോക്കൂ. നെടുമണം വിടർത്തി സുഗന്ധം പരത്താൻ വിലാസിനി തൈലം. അഭിനയിച്ച് കാണിച്ചുതരാം. ചേട്ടാ എത്ര ചേട്ടനാണ് ഇപ്പൊ ഡയറക്ടർ. ആക്ഷൻ പറഞ്ഞു. മണിക്കുട്ടൻ ആക്ഷൻ. നോക്കുന്നു. പുച്ഛം 1, പുച്ഛം 2, പുച്ഛം 3. വിഷമിക്കുന്നു, തേങ്ങുന്നു, പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു. 3 അടി. 1, 2, 3. മയങ്ങുന്നു. എന്റെ പൊന്നു തമ്പുരാനേ, ഇവിടെ വരെ അടിച്ച അതിന്റെ മണം, തീട്ട മണം. ഇത് എവിടുന്നാണ് വിലാസിനി? ഞാൻ സെപ്റ്റിക് ടാങ്കി വീണ. ഇതെന്തോന്ന്? നറുമണം വിടർത്തി സുഗന്ധം പരത്താൻ വിലാസിനി. ഒന്ന് പിടി. അതെ, എലിന്റെ ഒന്ന് കട്ടുപറ. കട്ടുപറ. എന്താ കാര്യം പറ. അണ്ണാ ഈ ഷർട്ട് ഒന്നും എനിക്കൊന്ന് കത്തിക്കണം. അതെ ചേട്ടാ, ഈ പരിസരത്ത് വന്നവരും അവിടെ നിന്നോളാം. മറക്കരുത്, സുഗന്ധം വിടർത്തി മറ്റേ ഈ സുഗന്ധം വിടർത്താൻ നിന്നെ ഞാൻ ഷർട്ടി കത്തിക്കും. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതൊക്കെ സകല ഏണിയും എടുത്ത് കയറ്റി കൊണ്ടുവരണം കേട്ടോ. ബൈ 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 ഗൈസ്, ഗുഡ് നൈറ്റ്. ബൈ.